പ്രിയപ്പെട്ടവരെ നമസ്കാരം. 2 കൊല്ലം മുന്നേ നമ്മള് നമ്മുടെ ഒല്ലൂപ്പള്ളിയാണ് കേട്ടത്. ഈ ഒല്ലൂപ്പള്ളിയുടെ ഗ്രൗണ്ട് മൊത്തം ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെന്റ്സും പാട്ടും ഭയങ്കര സംഭവമായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആ ഒരു കൊല്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങളുടെ കണ്ണുകൾ മുഴുവൻ ഇവിടെ 2-3-4 വീടുകളിലേക്ക് ഉടക്കിയത്. അപ്പൊ നമ്മള് ഇവരോട് ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവര് പിന്നെന്താ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പരിചയപ്പെട്ട ഒരു വളരെ നല്ലൊരു ഫാമിലിയാണ് ഇവിടെ. കാട്ടുകാരൻ ഫാമിലി 4 പേരുണ്ട്, ചേട്ടനനിയന്മാര്. ഭയങ്കര എന്താ പറയാ, നമുക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അവരുടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ കാണുമ്പോഴേ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ കൂട്ടായ്മ, അവരുടെ പിന്നില് അവരുടെ തറവാട് വീട്, അവര് ഇപ്പോഴും തറവാട് വീടിന് അവരിപ്പോഴും മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അവര് അതിനെ നിലനിർത്തിയേക്കാണ്. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവർ അവിടെ കൂടും. എല്ലാവരും ഓരോ വിഭവങ്ങൾ ഓരോ വീട്ടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെ അത് വെച്ചിട്ട് അവര് അവിടെ ആഘോഷിക്കും. ഈ ക്രിസ്മസ് അങ്ങനെ തന്നെയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പോലത്തെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ഈ വർഷം ഈ ചേട്ടൻ്റെ പേര് ആൻഡു. ഈ ചേട്ടൻ നമ്മളെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുക്കങ്ങളൊക്കെ എടുക്കാൻ വേഗം വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഇന്നാ വന്നേ. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ നോക്കിയേ, നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും വിചാരിക്കും ഇനി ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല വിചാരിക്കും. പക്ഷെ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. അതുപോലെ ഇവര് ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതെ, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എന്താ ഷൂട്ടിങ് ചെയ്തില്ല. ഞങ്ങൾ ഇന്നലെ ഇത് കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് 24-ാം തീയതി വരാറ്, തലേദിവസം, ക്രിസ്മസിന്റെ തലേദിവസം. ഞാൻ അവളെ വിളിച്ചതാ രശ്മീന്. എല്ലാവരും വഴിയിൽ അവിടെ നിന്നിട്ട് നോക്കും, വരാൻ പാടോ, ഇവിടെ എല്ലാവർക്കും വന്ന് കാണാട്ടാ. നിങ്ങളുടെ കഴിഞ്ഞ പോലെ ഇവിടെ ഷൂട്ട് ചെയ്തത് കണ്ടിട്ടുണ്ടല്ലേ? ഇയാളെ ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരും. അവർക്ക് മടിയായിട്ട് ഞാൻ വിളിച്ചത്. നമുക്ക് നല്ല നമ്മളോട് സംസാരിക്കാൻ എന്താണ് കാണണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ 2 പേരും. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഞാന് ക്രിസ്മസിന്റെ ചേട്ടനും ഇവിടെ ഈ ഫാമിലിയായി. അപ്പോ 4 ചേട്ടനനിയന്മാരിലത്തെ 4ാമത്തെ ആളുടെ വീട്ടിലാണ് നമ്മള്. ഇവരാണ് ഏറ്റവും കൂടുതൽ, എല്ലാ കൊല്ലവും ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണാറ്. പക്ഷെ ഈ കൊല്ലം ശരിക്കും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോ ഇവിടെ നമുക്ക് തുടങ്ങാം. അയ്യോ സോറി, ഇത് താഴെയുള്ള ആളുടെ മകനാണ്. ഇത് ആൻഡുവേട്ടന്റെ മകൻ ജോസ്. ഈ വർഷം ഇങ്ങനെയൊക്കെ ഇനി അടുത്ത പോലെ നിങ്ങൾ ഇനി എന്തൊരു ചെയ്യാ പ്ലാൻ ചെയ്യണം? ഓരോ ഹോട്ടലും ഇങ്ങനെ പുതിയ ഐഡിയകൾ വന്നോണ്ടിരിക്കണല്ലോ. എന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ വർക്ക്? നമ്മളൊരു നവംബർ പകുതി കഴിഞ്ഞപ്പോ. ഇതില് വല്ലതും കഴിഞ്ഞ വർഷത്തെ ഉണ്ടാ? ഇത് കഴിഞ്ഞ വർഷത്തെ. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റീവർക്ക് ചെയ്യുന്നത് മാത്രമേ. ഒരു ബിയർ കുപ്പീനെ പോലും വെറുതെ വിട്ടിട്ടില്ല. കണ്ടാ? അതിന് സ്നോമാൻ ആക്കിയതിന്. ഇതൊക്കെ പുതിയതായത് ഈ കൊല്ലം പുതിയതുണ്ടാക്കി. ബ്ലോക്കിൽ തന്നെ നമ്മള് സ്നോമാന്. ജഗ്ഗു പറയുന്നതിന്റെ മൂക്ക് ക്യാരറ്റാണ്. ക്യാരറ്റൊന്നുമല്ല, അത് വുഡ്. സ്നോമാന് പുറത്തൊക്കെ നമ്മളിങ്ങനെ ക്യാരറ്റാണ് വയ്ക്കാതെ. ഇതൊക്കെ പണ്ട് ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയത്. സ്ലഡ്ജ്. ഇത് 2 പുതിയ വീടുകള്. അതെന്ത് ചീരച്ചെടി പോലത്തെ അങ്ങനത്തെ അങ്ങനെ വെച്ചാ അറിയില്ല. പല ഗെയിമ് പെയിന്റ് അടിച്ച് ആ റൗണ്ടൊക്കെ മരം തന്നെയാണ്. അത് നാച്ചുറൽ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഗ്നോമാനുകള്. ഇത് എത്ര ദിവസം? ന്യൂ ഇയർ വരെ ഇങ്ങനെ 1-ാം തീയതി വരെ ഉണ്ടാവും കേട്ടോ. അപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ അത്ഭുതം കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് മാനുകളാണ്. 3 മാന്. 3 മാനുകൾ നോക്കിയേ.
അവരെ മൂക്ക് എന്തിട്ടാ? മരന്നെ. മരം. ആ, മരം തന്നെ. ഇതെന്തിട്ട് മരമായിരിക്കും? അത് മരത്തിന്റെ കൂടുതൽ സ്റ്റഡീസ് അറിയണെങ്കിൽ അപ്പൊ മാസ്റ്റർ വുഡിന്റെ മാസ്റ്റർ ആളും ക്രിസ്മസ് ഷർട്ട് ഇട്ടിട്ടാണത്. മരങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ പറയണമെങ്കിൽ നമ്മുടെ ആൻഡ്രേട്ടൻ അത് അറിയുള്ളൂ. അപ്പൊ ചേട്ടൻ ചോദിക്കാണ് ഇതൊക്കെ എന്ത് മരാന്ന്? ഇതോ ഇതെന്ന് പറയുന്നത് ചടിച്ചി എന്ന് പറയും. ചടിച്ചി എന്ന് പറയും. ഇത് കൈനി അറിയാം. ഇത് പറയുന്നത് ആവൽ എന്ന് പറയും. അപ്പൊ ഇതോ ഒക്കെ വേറെ വേറെ അല്ലേ? അതെ, ആവലിന്റെ മരത്തില് നമ്മളിങ്ങനെ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എങ്ങനെയുണ്ട് കണ്ടിട്ട് അഭിപ്രായം? നല്ല രസമായിട്ടുണ്ടല്ലോ. അതെ, അതുപോലെ ഈ വർഷമൊക്കെ പുതിയതാണ് അതേ ഭാഗം. ഇത് മരം കൈനി എന്ന് പറയുന്ന മരത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കൊമ്പ് അതിന്റെ ഇത് നമ്മുടെ ഞാവലില്ലേ, ഞാവൽ മരം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിന്റെ ചില്ലകൾ എടുത്തിട്ട് വെക്കാനായിട്ട് തോന്നി. അങ്ങനെയാണ് അത്. ആ സമയത്ത് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇതായിട്ട് കൊമ്പായിട്ട് വെക്കാം ചെയ്യും. അതാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതും പുതിയതാണല്ലോ. ഇത് പുതിയതല്ലേ? ഈ പ്രാവശ്യത്തെ പുതിയ ഞങ്ങളുടെ മോള് ഓഗസ്റ്റിലായിരുന്നു. 5-6 മാസമായി കല്യാണം. 4 മാസം. അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ക്രിസ്മസ് വില്ലേജ് തയ്യാറാക്കാനായിട്ട് എൻ്റെ ഭാര്യയുടെ ഒപ്പം തന്നെ എൻ്റെ മോളും, മരുമകളിനെ അല്ല പറയാം, ഞാൻ മോളിനാണ് വിളിക്കുന്നത്, അവളും വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഈ ഇതിലേക്ക്. അപ്പോൾ അവര് ക്രിയേഷൻസ് ആണ് കേട്ടോ. ഇതില് ഇതൊക്കെ അമ്മയും മോളും കൂടി ചെയ്തിട്ടുള്ള ഒരു ക്രിയേഷനാണത് ഇതൊക്കെ. അതെ. എന്താ പേര്? ഐറിൻ. ജോസിനെ നമ്മളിപ്പോ തന്നെ കണ്ടില്ലേ, ആൻഡ്രേട്ടന്റെ മോൻ ജോസിന്റെ വൈഫാണ് കേട്ടാ. 4 മാസം മുന്നേ വരെ കല്യാണം. ഇപ്രാവശ്യം പുതിയൊരാളും കൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നേന്റെ കാണാനുണ്ട് ഇവിടെ. അപ്പൊ ഐറിനും ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണോ ഇതൊക്കെ ചെയ്യാനായിട്ട്? ഇതിനോടൊരു താല്പര്യം വേണം. അതെ അതെ. ഇതിപ്പോ നമ്മള് വേറെ ഡിസൈൻ ചെയ്തു, മരത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് കാല് അങ്ങനെ കമ്പിയിൽ കൊടുത്തു. അത് കമ്പിയാണ്. ആ കമ്പിയിൽ കൊടുത്ത് അതിനടിയിലൊരു ബേസ് ഉണ്ട്. അത് മണ്ണിലേക്ക് കുത്തി വെച്ചേക്കല്ല, അടിയിൽ മരം തന്നെയല്ലേ? മരത്തിലേക്കാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. അതെ അതെ അതെ. പണി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ ഈ പ്രാവശ്യം ലൈറ്റിങ്ങിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി. കവർ ചെയ്തിട്ടുണ്ട് ലൈറ്റ് വെച്ച്. ഇതിന്റെ പ്രാവശ്യം ഹൈലൈറ്റ് ജീപ്പാണ്. ജീപ്പ് വേണ്ട. ജീപ്പ് ആരുണ്ടാക്കിയത്? ജീപ്പ് ജോസും ഞങ്ങളും കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഞങ്ങളുടെ പണിക്കാരെ കൊണ്ട് അറേഞ്ച് ചെയ്ത് അവർക്ക്. അങ്ങനെ ജീപ്പായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുക. അതിനൊരു പെർഫെക്ഷൻ വന്നിട്ടില്ലേ? പിന്നെ വേറൊന്നല്ലേ ഇവിടെ വെക്കാറ്, അതിൽ കേറി ഫോട്ടോ ഒക്കെ എടുക്കാൻ. അത് വെച്ചിട്ടുണ്ട്. മരത്തില് ഒരു അതെ അതെ. ഇത് മറ്റേ മദിരാശി അതിന്റെ കാതലാണത്. ഇത് ചെടിച്ചട്ടിയാന്ന് തോന്നുന്നു. ഇത് ചെടിച്ചട്ടി വെച്ചിട്ട് ജോസ് ചെയ്തതാണ്. അതെ. ഇത് മാത്രമുള്ളൂ പ്ലാസ്റ്റിക്, ബാക്കിയെല്ലാം നോക്കിയോ ഒക്കെ ഓരോതരം ചെടിച്ചട്ടികളാണ് പ്ലാസ്റ്റിക്കിന്റെ. അതുകൊണ്ട് കണ്ടാ അറേഞ്ച് ചെയ്തപ്പോ രൂപയായി മാറി. ഇതങ്ങനെ പുൽക്കൂട് പുതിയൊരു മോഡല് ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഇതൊക്കെ മരത്തിന്റെ തൊലികളല്ലേ? അതന്നെ അതന്നെ. പണ്ട് കാലത്ത് തൊലി ചെത്താനായിട്ട് മരക്കമ്മികളിൽ പോവും, അങ്കം കൊണ്ടിട്ട് തൊലി ചെത്തിട്ടേ കത്തിക്കാനായിട്ട്, പിന്നെ പശുവിന്റെ തൊഴുത്തിന്റെ അടിയിൽ ഇടാനായിട്ട്. കാരണം അന്ന് കാലത്ത് ഈ തൊഴുത്തിന്റെ അടിയിൽ വെറുതെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് ഭാരം ഇതിട്ട് കഴിഞ്ഞാൽ കുളമ്പ് രോഗം പറ്റില്ല. അതെ. ഇത് ഒരു പോസ്റ്റ് ബോക്സ് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇത് മരം തന്നെ. ഇത് മരം തന്നെ. ഓഹോ.
ഓഹോ നമുക്ക് പോസ്റ്റ് നടന്നു കഴിഞ്ഞാല് ബാക്കിൽ നിന്ന് തുറന്നിട്ട് എടുക്കാൻ പറ്റും കണ്ട ആ ഇങ്ങനെ അപ്പൊ ഇത് ഉപയോഗം കഴിഞ്ഞാല് നമുക്ക് പടിയുടെ അവിടെ വെക്കാന്ന് വേണമെങ്കില് ഓപ്പൺ ചെയ്ത് വെക്കാം. ഈ വണ്ടി ഉണ്ട് അതില് ഇതൊക്കെ വണ്ടികൾ തന്നെയല്ലേ? ജീപ്പാ കൊറേ സമ്മാന പൊതികളുണ്ട് കേട്ടാ. ശരിക്കും അതിന്റെ ഉള്ളിൽ വല്ലതുണ്ടാ? അത് വെറുതെ പെട്ടി അത് ഉണ്ട് അതിന്റെ ഉള്ളില്. അത് ഒരു സർപ്രൈസ് ആണ്. അത് ഞങ്ങള് ഇന്ന് നാളെത്തും കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കാല്ലേ? അത് ശരി. വീടിന്റെ ഉമ്മറത്ത് കൊറേ സാധനം വെച്ചിട്ടാ. ഇത് കഴിഞ്ഞ കൊല്ലത്തായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ യന്ത്രൂഞ്ഞാല് കണ്ട കഴിഞ്ഞ കൊല്ലത്തെ യന്ത്രൂഞ്ഞാല്. ഇതും ചെടിച്ചട്ടിയല്ലേ? ചെടിച്ചട്ടീന്ന് നോക്കിയേ, ബെല്ലാക്കി മാറ്റി. അതങ്ങനെ പറയല്ലേ, ഞങ്ങളുടെ ഒരു ഐഡിയ പുറത്ത് പറഞ്ഞ് അറിയില്ല ആൾക്കാര്. മരുമകളുടെ ജോസിന്റെ ഭാര്യയുടെ അപ്പച്ചനാണ് ജോണിച്ചേട്ടൻ. ആള് തോട്ടാനാണ് വീട്ടുപേര്. ഇത് ആളുടെ വൈഫ് മെറീന. ഇപ്പോ ഒരു മോളുള്ളൂ, എവിടെ പുറത്താണ്. അപ്പൊ ഇത് ആരുടെ ഐഡിയ? എങ്ങനെയൊക്കെ? ഇത് ജോസിന്റെ ഐഡിയ ആണ്. ഇത് ജോസാണ്. ഓ, ഈ തല നിറച്ച് ഇത്ര ഐഡിയ ഉണ്ടോ? ചെടിച്ചട്ടി വെച്ചിട്ട് അവിടെ ആ ജീപ്പിലിരിക്കണ മറ്റേ മറ്റേതില്ലേ, ടെഡി ബെയറിനൊക്കെ എടുക്കാം. അത് മാത്രം വാങ്ങിയതായിരിക്കും. അത് വാങ്ങിയത് ഉണ്ടാക്കാം. അതെ. അല്ലതേ ഇവിടെ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടില്ല. ജയന്റ് വീലൊക്കെ ഉണ്ട്. കറങ്ങുവോ? വെട്ടിക്കൂട്ട് സാധനം നല്ല തിരിഞ്ഞോട്ടിരിക്കില്ലല്ലേ. ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഉണ്ട് കേട്ടാ കുറെ സാധനങ്ങള്. ഇതൊരു ക്ലോത്ത് സ്നോമാൻ ആണ്. അത് ഞങ്ങള് തുണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നോമാൻ ആണ്. അതൊക്കെ തുണിയല്ലേ? അതൊക്കെ തുണിയാണ്. പിന്നെ ജോസ് കാറിനെ പോലും വെറുതെ വിട്ടിട്ടില്ലേ? തൊപ്പിയൊക്കെ ഇടിപ്പിച്ചു. അല്ല, ഇത്രയും വന്ന് തൊപ്പി അവിടെ കിട്ടി. അത് ഞങ്ങള് അതിന്റെ വൈഫ് അതിന്റെ മരത്തിന്റെ ഫ്രെയിം വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ. അല്ലെങ്കിൽ അതിങ്ങനെ ഇരിക്കില്ലല്ലോ അല്ലേ? ഉണ്ടല്ലേ? വായോ ഫ്രണ്ടിൽ നിനക്ക്. ബാബ കലാകാരിയാണ്, പരിചയപ്പെടേണ്ട കലാകാരിയാണ്. ഇതില് ഒരു ഭൂരിഭാഗം കൂടുതൽ വർക്ക് നൈസി ഇതിന് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആളാണ് ഈ ബോളുകളൊക്കെ അറേഞ്ച് ചെയ്യാനും ഇതിന് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ അത് ഗംഭീരമായിട്ട് അവളത് ഡിസൈൻ ചെയ്തു. നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെ തോന്നണമെന്ന് എനിക്കറിയില്ല. എല്ലാരും മറ്റേ വണ്ടി ഭാര്യമാരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും പറ്റുന്ന, മനസ്സ് തുറന്ന് ചെയ്യുന്ന ഒരു ഭർത്താവ് ഉണ്ടാവാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം. മെറീനാണ് മാറി നിൽക്കണ്ട. അതൊക്കെ കാണാൻ പറയൊക്കെ ചെയ്യാം. എന്റെ അമ്മയില്ലേ, നല്ലൊരു സ്റ്റിച്ചിങ്, ആളുടെ ഡ്രസ്സുകളൊക്കെ മോളുടെ ഡ്രസ്സുകളൊക്കെ ആള് തന്നെയാണ് പുതിയ പാറ്റേണില് ആള് തന്നെയാണ് ചെയ്യാ. വളരെ ഇല്ല, മോൾക്ക് മാത്രം. പുറമേക്ക് അങ്ങനെ എന്റെ മോളുടെ കൊച്ചിന്റെ ഡ്രസ്സ് ചെയ്തു. അത് ഭംഗിയായിട്ട് ആള് ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതും ഇപ്പിട്ടിരിക്കുന്നത് അമ്മ ചെയ്തതോ? ഇവരൊക്കെ കലാകുടുംബമാണ്. ഓരോന്നിലാണ് കഴിവ്. ഇനിയേ അവരെല്ലാവരും കൂടിയിട്ട് അവിടെ കൂടുന്ന ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 3 വീടുകൾ കാണിക്കാം കേട്ടാ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ബാക്കിലേക്ക് പോവാം. ബാക്കിലാണ് തറവാട്, പഴയ തറവാട്. തറവാടിൻ്റെ കുറേ ചരിത്രമൊക്കെ ഉണ്ട്. നമ്മൾ പകലൊന്നും കണ്ടിട്ടില്ലേ വീട് കേട്ടാ. ഇവരുടെ ഈ തറവാട് വീടിന്റെ ഇവിടെ ആയിട്ട് ബാക്കിൽ വിശാലമായ മരക്കമ്പനിയാണ്.
അപ്പൊ നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ട ഈ അലങ്കാരങ്ങൾ ഉണ്ടല്ലോ, ഈ ഡെക്കറേഷൻസ് ചെയ്തിട്ടുള്ളൊക്കെ ഒരുവിധം 95% മരത്തിലാണ്. ആ അതിന്റെയൊക്കെ പണിപ്പുരയാണ് ശരിക്കും പറഞ്ഞ കാണുന്നത്. ഇവിടെ മരത്തിന്റെ എല്ലാ പണികളും ചെയ്യണത് ഇവിടെയാ. നമ്മുടെ എന്നും ഫാമിലി മെമ്പർ ആയിട്ടുള്ള അജുവും അതുപോലെ സരിതയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും അവരുടെ മകനായ ജഗ്ഗും അവരെയും ഞാൻ ഹാർദമായിട്ട് നമ്മുടെ ഈ ഇവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിഷ് യു മെറി ക്രിസ്മസ്, we wish you a merry Christmas and happy new year. മൂന്നാമത്തെ ചേട്ടൻ്റെ വീട്, സണ്ണി ചേട്ടൻ്റെ വീട്. എന്താ പറഞ്ഞ ഹാപ്പി ക്രിസ്മസ് സരിത. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കഴിഞ്ഞ പോലെ തന്നെ ആള് ചെറുപ്പായ. ദൈവമേ, സീനേച്ചി കേക്കണ്ട. ഗംഭീരയുണ്ടല്ലോ ഇപ്രാവശ്യം. താങ്ക് യു. കലക്കട്ടെ. ആ അടിപൊളിയുണ്ട്. ജപ്പാൻ. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി രണ്ടാമത്തെ വീട് കാണിക്കാൻ പോവാണ് കേട്ടാ. ആദ്യം ആ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ്രോട്ടന്റെ വീട് നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ പരിപാടിക്ക് വന്നത്. അത് ശരി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ വീട് നമ്മുടെ സണ്ണി ചേട്ടന്റെ വീട്. സണ്ണി ചേട്ടനും സീന ചേച്ചി. അപ്പൊ ഇത് നമ്മുടെ സണ്ണി ചേട്ടന്റെ മകളും മരുമകനാണ്. ഒരു കുഞ്ഞു ഉണ്ണിവാവയുണ്ട്. അപ്പൊ മഞ്ഞു കൊള്ളണ്ട, വേഗം പോക്കോട്ടെ വരകത്തേക്ക്. ഇത് മകൻ ജോസ്, വൈഫ് കിരൺ. കിരൺ എന്നാണ്. മറിയ. അതെ, പെൺകുട്ടികളുടെ ഒക്കെ പേര് മറിയ എന്നാണല്ലോ. മകള് ഹന്ന ബേബി. കുറെ പേര് റോഡിലൂടെ പോകുന്നവരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ കേറുന്നുണ്ട്, കാണാനും ആസ്വദിക്കാനും. ശരിക്കും ഒരു അത്ഭുതത്തോടെയാണല്ലേ എല്ലാവരും നോക്കണേ, വഴി കൂടെ പോകുന്നവരൊക്കെ കാണുമ്പോ. സാധാരണ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ അല്ലല്ലോ ഇവിടെ കാണുന്നത്. പുൽക്കൂട്, പിന്നെ കുറച്ച് വേണേൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടാവും സാധാരണ വീടുകളിൽ. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. കട്ട് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അസംബിൾ ചെയ്യാൻ വേണ്ടിട്ട് എഞ്ചിനീയർ ആണ്. അല്ല, വേൾഡ് റെക്കോർഡൊക്കെ ഇന്ത്യൻ വേൾഡ് റെക്കോർഡല്ല, ഇന്ത്യൻ റെക്കോർഡ്. എളുപ്പത്തില് പറയാം, തൃശ്ശൂർ ജോസ് സിനിമ തിയേറ്ററില്ലേ, അതിന്റെ ഉള്ളിലത്തെ വർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ അല്ലെ, മൊത്തം തൃശ്ശൂർ ജോസ് ഡിസൈൻ ചെയ്യാ എന്ന് പറയുന്നേ. കൺസ്ട്രക്ഷൻ മൊത്തം ചെയ്തിട്ടുള്ള പള്ളി ചെയ്തത്. അതെ അതെ, അതിനാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിക്കുന്നത്. കഴിഞ്ഞ വർഷം പറഞ്ഞു. അതെ അതെ അതെ, പേപ്പേഴ്സും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് ഒക്കെ വന്ന് ഇപ്പോഴാണ് വന്നത്. ഈ വർഷം വന്നത്. സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്മുടെ ലേബേഴ്സിന്റെ അവർക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. അതെ, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നത് തന്നെയാ. അപ്പൊ കൊടുക്ക്. ചരിത്രപ്പെടുത്തുന്ന ജയപ്പെടുത്തുന്ന മാറിക്കണ്ട, വാങ്ങിക്കി. സരിത വാങ്ങിച്ചോ? വാങ്ങിക്കി. സന്തോഷം. താങ്ക് യു. ചെറിയൊരു കേക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിതൊക്കെ കണ്ടില്ലേ, കുറേ ഉണ്ട് പറയുകയാണെങ്കിൽ കണ്ടമാനം പറയാണ്ട്.
കുട്ടിച്ചേട്ടൻ്റെ വീട് ഇവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ വിശദീകരിക്കണമെന്നില്ല. മൂത്ത ആളുടെ വീട് കേട്ടാ. ഇവിടെ അവരവിടെയാ, ആരും ഇവിടെ ഇല്ല. അപ്പുറത്താണ്. അതൊന്ന് പറഞ്ഞില്ലേ, കേക്ക് മുറിക്കാൻ അവിടെ അവര് ഫുഡ് കേക്ക് കഴിക്കാൻ. മുറിക്കലല്ല, അവര് ഫുഡ് കഴിക്കുക. ആ, അവര് നമ്മളെ വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ ആരും ഇല്ല. അപ്പൊ ഞങ്ങള് 3 പേര് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇത് അല്ലേ, ഇത് ന്യൂ ഇയറിന്റെ അന്ന് വരെയുണ്ട് ഈ പരിപാടി. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടമാന ആളുകള് വന്ന് കണ്ട് പോണ്ടിട്ടാ. അപ്പൊ നിങ്ങൾക്കും വരാം. നമ്മുടെ ഒല്ലൂര് പള്ളിയിലെ, തൃശ്ശൂർ ജില്ലയിലത്തെ ഒല്ലൂര് പള്ളി ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ്. പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ വന്നാ കാണാം. നമ്മൾ തന്നെ ഇവിടേക്ക് എത്തും. ഈ വെളിച്ചം ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് നമ്മൾ തന്നെ ഇവിടേക്ക് എത്തും. നല്ല മനോഹരമായ എല്ലാവരും വണ്ടി സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ നോക്കി പോവാ. ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, അറിയാത്തവർക്ക് ഇതെന്താ സംഭവം ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി പോവാ. ഒക്കെ സ്ലോ ആക്കിയിട്ട് നോക്കി പോവാ വണ്ടികള്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ്. കണ്ട ആളുകൾ എടുത്ത് പോകണണ്ട വീഡിയോ, എല്ലാവരും വീഡിയോ എടുത്ത് പോവാ. അപ്പൊ നിർത്താം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ പോകണം കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.